Assalamualaikum warahmatullahi wabarakatuh. Dear children, welcome to all to a new accountancy class. Today we will discuss another problem about journalizing. Okay, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ രണ്ട് പ്രോബ്ലം ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഏകദേശം അതേപോലുള്ള ട്രാൻസാക്ഷനൊക്കെ തന്നെയാണ് വരുന്നത്. പുതിയ 1-2 തരം ട്രാൻസാക്ഷനും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം. 2018 ജൂലൈയിലാണ് ജൂലൈ 1 ആനന്ദ് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ആനന്ദാണ് ഇതിൻ്റെ ബിസിനസ്സിൻ്റെ ഓണർ. ബിസിനസ് ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവന്ന് ബിസിനസ് തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് നമ്മളെന്താണ് അല്ലേ, ക്യാഷ് കൊണ്ടുവന്നു, ആനന്ദിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടിയോടെ നോക്കി നോക്കുക. അപ്പോൾ എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ആനന്ദ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. ആനന്ദ് സ്റ്റാർട്ടഡ് ബിസിനസ് കമൻസ്ഡ് ബിസിനസ് എന്ത് വേണമെങ്കിലും നറേഷൻ എഴുതാം നമുക്ക്. ദെൻ ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട്. 1-ാം തീയതി തന്നെയാണ് 15,000 15,000 രൂപയാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ എഴുതിയിട്ടുണ്ടായിരുന്നു എൻട്രി എന്താണ്, ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട് അല്ലേ. 15,000 രൂപ ബാങ്കിലേക്ക് പോവുകയാണ് ചെയ്ത. ബാങ്കിൽ നമ്മുടെ അസറ്റ് കൂടി, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞു. ദെൻ 2-ാം തീയതി ബോട്ട് ഓഫീസ് ഫർണിച്ചർ വാങ്ങി. ഓഫീസ് ഫർണിച്ചർ വാങ്ങിയാൽ എൻട്രി എന്താണ് അല്ലേ, ഫർണിച്ചർ അല്ലേ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. ക്രെഡിറ്റിനാണെങ്കിൽ കമ്പനിയുടെ പേരോ ഒന്നും പറഞ്ഞിട്ടില്ല. ദെൻ അന്ന് തന്നെ ബോട്ട് മെഷീനറി ഫ്രം കിർലോസ്കർ കമ്പനി ലിമിറ്റഡ്. അതായത് കിർലോസ്കർ കമ്പനിയിൽ നിന്ന് മെഷീനറി വാങ്ങിച്ചു അല്ലേ. ക്യാഷാന്ന് പറഞ്ഞിട്ടില്ല, കടമായിട്ടാണ്, കമ്പനിയുടെ പേരാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താ എൻട്രി എഴുതുക? അസറ്റ് മെഷീനറി ആണ്. മെഷീനറി അക്കൗണ്ട് അറ്റർ ടു ക്യാഷിന് പകരം കിർലോസ്കർ കമ്പനി ലിമിറ്റഡ്. പെയ്ഡ് ഫോർ കാരേജസ്, അതായത് ഒരു എക്സ്പെൻസ് എന്തെങ്കിലും അല്ലേ, ചിലവുകളാണ്. നമ്മൾ ഒരു കാരേജ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സാധനം കൊണ്ടുവരാനോ ഒക്കെ വേണ്ടി വന്നിട്ടുള്ളൊരു എക്സ്പെൻസാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ചിലവല്ലേ, എക്സ്പെൻസ് അല്ലേ. അപ്പോൾ എക്സ്പെൻസിന് നമ്മൾ എന്ത് കൊടുക്കണം? ഡെബിറ്റ് കൊടുക്കണം. അപ്പോൾ കാരേജസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷാണ് കൊടുത്തിട്ടുണ്ടാവുക. ടു ക്യാഷ് എമൗണ്ട് 75. അന്ന് തന്നെ ബോട്ട് ഗുഡ്സ് ഫ്രം തോമസ് ആൻഡ് കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു, ഗുഡ്സ് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ പർച്ചേസ് അല്ലേ നമ്മൾ എഴുതാം. പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു തോമസ് ആൻഡ് കമ്പനി. ദെൻ ക്യാഷ് സെയിലിൻ്റെ എൻട്രി എന്താ? 4-ാം തീയതിയാണ്. എമൗണ്ട് 5,500 ക്യാഷ് സെയില്. അതായത് എന്താണ് അവിടെ വന്നിട്ടുള്ളത്? ക്യാഷ് അല്ലേ. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ്. ഗുഡ്സ് പോകുമ്പോൾ സെയിലല്ലേ എഴുതുക. അപ്പോൾ ടു സെയിൽസ് എമൗണ്ട് 5,500. ദെൻ 5th സോൾഡ് ഗുഡ്സ് ടു രമേഷ് ഓൺ ക്രെഡിറ്റ് ആണ്. ക്യാഷിന് പകരം രമേഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ്. അന്ന് തന്നെ ബോട്ട് ഓഫ് മേനോൻ ആൻഡ് കമ്പനിയിൽ നിന്ന് കടമായിട്ട് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ആ ഡേറ്റിന് തന്നെ എന്താ എഴുതണം? പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു മേനോൻ ആൻഡ് കമ്പനി. സെയിൽസിൻ്റെ എൻട്രി എന്താ എഴുതി? രമേഷിനല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രമേഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ് എഴുതിയില്ല. അതിന് ശേഷം പർച്ചേസാണ്. പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു മേനോൻ ആൻഡ് കമ്പനി 750 രൂപ. ദെൻ വേജസ് അല്ലേ, പെയ്ഡ് വേജസ് 7-ാം തീയതി. വേജസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് എമൗണ്ട് 550. അന്ന് തന്നെ റിട്ടേൺഡ് ഗുഡ്സ് ടു തോമസ് ആൻഡ് കമ്പനിയിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, റിട്ടേൺ ചെയ്തു. പർച്ചേസ് റിട്ടേൺ ആണ്. നമ്മൾ വാങ്ങിയ സാധനം തിരിച്ചു കൊടുത്തേക്കാണ്. പർച്ചേസ് റിട്ടേൺ എന്താ ചെയ്യുക? പർച്ചേസിൻ്റെ നേരെ റിവേഴ്സാന്ന് പറഞ്ഞില്ലെന്നല്ലേ. അപ്പോൾ തോമസ് ആൻഡ് കമ്പനി അക്കൗണ്ട് അറ്റർ ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. ദെൻ ഇവിടെ എമൗണ്ട് എത്ര തന്നിട്ടുള്ളത്? 1,200. ഗുഡ്സ് റിട്ടേൺ ബാക്ക് ടു തോമസ് ആൻഡ് കമ്പനി. നറേഷൻ എഴുതണം കേട്ടോ. എഴുതുമ്പോൾ മറക്കരുത്, നറേഷന് എല്ലാവരും എഴുതണം. ദെൻ
നെക്സ്റ്റ് 9th പെയ്ഡ് സൺഡ്രി എക്സ്പെൻസസ് 140 രൂപ. സൺഡ്രി എക്സ്പെൻസസ് പേ ചെയ്യുമ്പോൾ എൻട്രി സൺഡ്രി എക്സ്പെൻസസ് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എക്സ്പെൻസസ് പെയ്ഡ് എമൗണ്ട് 140 അല്ലേ. ദെൻ 10th സ്റ്റേഷനറി വാങ്ങിച്ചു. സ്റ്റേഷനറി ആർട്ടിക്കിൾ പർച്ചേസ്ഡ് ഫോർ ക്യാഷ് എന്താ വരിക? സ്റ്റേഷനറി അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് എമൗണ്ട് 240. നെറേഷൻ എന്താ എഴുതുക? സ്റ്റേഷനറി ആർട്ടിക്കിൾസ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് എമൗണ്ട് 240. അന്ന് തന്നെ റിസീവ്ഡ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ രമേഷ്. രമേഷിന് നമ്മൾ വിറ്റ സാധനം തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ സെയിലിൻ്റെ എൻട്രി എന്താണോ അതിൻ്റെ നേരെ റിവേഴ്സ് എൻട്രി. സെയിൽസിൻ്റെ എൻട്രി എന്താ എഴുതിയിട്ടുണ്ടായിരുന്നു? രമേഷ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് എന്നല്ല എഴുതിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ നേരെ റിവേഴ്സ് എന്താ വരിക? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ലെറ്റർ ടു രമേഷ് അക്കൗണ്ട്. നേരത്തെ രമേഷ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് എന്നാണ് നമ്മൾ സെയിൽ ചെയ്തപ്പോൾ എഴുതിയത്. ഇവിടെ നേരെ റിട്ടേൺ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ലെറ്റർ ടു രമേഷ് അക്കൗണ്ട് എമൗണ്ട് 275. ദെൻ 11th പെയ്ഡ് ടു തോമസ് ആൻഡ് കമ്പനി 6500. തോമസ് ആൻഡ് കമ്പനിയിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അയാൾക്ക് ക്യാഷ് കൊടുത്തു. അപ്പോൾ എന്താ എൻട്രി വരിക? തോമസ് ആൻഡ് കമ്പനി അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. 11th തോമസ് ആൻഡ് കമ്പനി അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ക്യാഷ് പെയ്ഡ് ടു തോമസ് ആൻഡ് കമ്പനി നെറേഷൻ. ദെൻ 13th ക്യാഷ് റിസീവ്ഡ് ഫ്രം രമേഷ് ഓൺ അക്കൗണ്ട്. രമേഷിൽ നിന്ന് ക്യാഷ് കിട്ടി. എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു രമേഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു രമേഷ് അക്കൗണ്ട് റിസീവ്ഡ് ക്യാഷ് ഫ്രം രമേഷ് അല്ലേ. എമൗണ്ട് എത്രയാണ്? 1500. ദെൻ 17th പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഷങ്കി ആൻഡ് കമ്പനി ഫോർ ക്യാഷ് 2500. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഷങ്കി ആൻഡ് കമ്പനി ഫോർ ക്യാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. പേരും തന്നിട്ടുണ്ട് ക്യാഷ് എന്ന്. അപ്പം നമ്മൾ പ്രിഫറൻസ് ക്യാഷിനാണ് കൊടുക്കേണ്ടത്. ഷങ്കി ആൻഡ് കമ്പനി എന്ന് പറഞ്ഞാലും ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ക്യാഷ് കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. എൻട്രി കൺഫ്യൂഷൻ വേണ്ട. പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് 2500. ദെൻ പറഞ്ഞിട്ടുള്ളത് ബോട്ട് ടൈപ്പ് റൈറ്റർ ഫോർ ഓഫീസ് യൂസ് ആണ്. ഓഫീസ് യൂസിന് വേണ്ടി ടൈപ്പ് റൈറ്റർ വാങ്ങി അസറ്റ് പർച്ചേസ് ചെയ്തേക്കാണ്. ടൈപ്പ് റൈറ്റർ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ക്രെഡിറ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ടൈപ്പ് റൈറ്റർ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ബോട്ട് ടൈപ്പ് റൈറ്റർ ഫോർ ഓഫീസ് യൂസ് എമൗണ്ട് 2750. ദെൻ പെയ്ഡ് ഇലക്ട്രിസിറ്റി ചാർജസ് 21th പെയ്ഡ് ഇലക്ട്രിസിറ്റി ചാർജസ് 140. ഇലക്ട്രിസിറ്റി ചാർജസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് 140. നെറേഷൻ ഇലക്ട്രിസിറ്റി ചാർജസ് പെയ്ഡ്. ദെൻ പെയ്ഡ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്കിൽ വീണ്ടും എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 23th ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് അല്ലേ. ബാങ്കല്ലേ കൂടിയത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് 5000 ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് കോളത്തിലും 5000. ദെൻ 25th അഡ്വർടൈസ്മെന്റ് ചാർജസ് അല്ലേ. അഡ്വർടൈസ്മെന്റ് ചാർജ് എത്രയാണ്? പെയ്ഡ് എമൗണ്ട് 50 രൂപ. അഡ്വർടൈസ്മെന്റ് ഒരു എക്സ്പെൻസ് ആണ് അത്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് ചാർജസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ക്യാഷ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് 50 രൂപ. ദെൻ 27th ഫർദർ ക്യാപിറ്റലാണ്. വീണ്ടും ക്യാപിറ്റൽ കൊണ്ടുവന്നേക്കാണ്. ഇൻട്രൊഡ്യൂസ്ഡ് ഫർദർ ക്യാപിറ്റൽ ബൈ ആനന്ദ് 10,000. ക്യാപിറ്റൽ കൊണ്ടുവരുന്ന അതേ എൻട്രി തന്നെയാണ്. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ആനന്ദ്സ് ക്യാപിറ്റൽ എമൗണ്ട് 10,000. ഇൻട്രൊഡ്യൂസ്ഡ് ഫർദർ ക്യാപിറ്റൽ ബൈ ആനന്ദ്. ആനന്ദാണ് ഇവിടുത്തെ ഓണർ അല്ലേ. അപ്പോൾ ആനന്ദിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടി ക്യാഷ് കൂടി. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ആനന്ദ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ 29th കമ്മീഷൻ പെയ്ഡ് ടു ആർക്കാണ്? സെയിൽസ്മാൻ അല്ലേ. പെയ്ഡ് കമ്മീഷൻ ഫോർ സെയിൽസ്മാൻ ഫോർ ദ മന്ത്. ആ മാസത്തെ സെയിൽസ്മാൻ്റെ കമ്മീഷൻ 850 രൂപ കൊടുത്തു.
എക്സ്പെൻസ് ആണ്. അപ്പം കമ്മീഷൻ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, കമ്മീഷൻ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 850. കമ്മീഷൻ പെയ്ഡ് ടു സെയിൽസ്മാൻ. ദെൻ 31 2-3 ട്രാൻസാക്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ് 31 പെയ്ഡ് സാലറീസ് ടു സ്റ്റാഫ്, സാലറി കൊടുത്താൽ എൻട്രി സാലറീസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് 550 31 അല്ലേ. ദെൻ റെൻ്റ് ആണ്, റെൻ്റ് പെയ്ഡ് അല്ലേ, റെൻ്റ് ഓഫ് ദി ബിൽഡിങ്സ് എത്രയാണ് 2500. അപ്പോൾ റെൻ്റ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, റെൻ്റ് പെയ്ഡ് ഇൻ ക്യാഷ് 2500. ദെൻ പെയ്ഡ് ദ ഇൻഷുറൻസ് പ്രീമിയം, ഇൻഷുറൻസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്. ഇത്രയാണ് നമ്മുടെ ജേണൽ എൻട്രീസ്. ജേണലിൽ എല്ലാവരും സ്കെയിലും പെൻസിലൊക്കെ വെച്ച് വരച്ച് നമ്മൾ ഫോർമാറ്റൊക്കെ നമ്മൾ കഴിഞ്ഞ 2 പ്രോബ്ലം ചെയ്ത് മനസ്സിലായില്ലേ. 1-2 പേജ് വേണ്ടി വരും നമുക്ക് എഴുതാൻ, ജേണൽ എൻട്രി എഴുതാൻ. അപ്പോൾ അത് ആ 2 പേജൊക്കെ വരച്ച് വൃത്തിയായിട്ട് എഴുതുക. ഓക്കെ, വൃത്തിയായി എഴുതിയതിന് ശേഷം സെൻഡ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എഴുതിയത് നിങ്ങൾ സെൻഡ് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ.